ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വെണ്ടയ്ക്ക റെസിപ്പി ആയാലോ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് പരീക്ഷിക്കുകയാണ് കേട്ടോ. ഞാനൊരു വീഡിയോ കണ്ടിട്ട് പിന്നെ എൻ്റേതായ രീതിയിൽ മേക്കപ്പ് ചെയ്ത് ഞാനങ്ങ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ആരും കഴിക്കത്തില്ലായിരിക്കും. ഇവിടെ എല്ലാവർക്കും ചാറുള്ള കറികളാണെങ്കിൽ ചപ്പാത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടുണ്ടാലോ, ചാറുള്ള കറിയാക്കാലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കി തുടങ്ങിയത്. പക്ഷേ ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി കഴിക്കുന്നതിനേക്കാളും നമ്മുടെ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ പൊറോട്ടയ്ക്ക് എല്ലാവരും ബീഫൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. പക്ഷേ എന്നാലും നമുക്ക് ഈ വെജിറ്റബിൾ കറിയും കഴിക്കാമല്ലോ. അതൊരു കോമ്പിനേഷൻ അല്ലേ. എപ്പോഴും ഈ ബീഫൊക്കെ തിന്നു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ. അപ്പോൾ ചോദിക്കും നീ തിന്നത്തില്ലെന്ന്. തിന്നും. അതൊക്കെ പോട്ടെ. പണ്ടൊക്കെ എനിക്ക് അമ്മ ഓരോ കറികളൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ അത്ഭുതമായിരുന്നേ. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നു, ഇതൊക്കെ അമ്മയ്ക്ക് എങ്ങനെ പഠിക്കാൻ പറ്റുന്നു എന്നൊക്കെ അന്ന് അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നത് എല്ലാം നമ്മുടെ സാഹചര്യം ഒക്കുമ്പോൾ നമ്മൾ തന്നെ പഠിച്ചോളും. നീ ഇപ്പം പഠിച്ചില്ലെങ്കിൽ നിനക്കൊരു സാഹചര്യമാകുമ്പോൾ നീ അതൊക്കെ പഠിക്കുമെന്നാണ്. ഇപ്പം നിമിഷ നേരം കൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുമ്പോൾ ഞാനത് ആലോചിക്കാറുണ്ട്. പണ്ട് മീൻ വെട്ടുമ്പോൾ എനിക്ക് മണിക്കൂറുകൾ വേണമായിരുന്നു. അമ്മ ഇങ്ങനെ മീൻ വെട്ടാനായിട്ട് എൻ്റെ കയ്യിൽ ചില ദിവസമൊക്കെ തരുമായിരുന്നു, കുഞ്ഞു മീനൊക്കെ. അത് വെട്ടിയെടുക്കണമെങ്കിൽ 2 ദിവസം പിടിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇന്ന് വേണ്ട നാളത്തേക്കാണെങ്കിൽ അമ്മ അതിനെ ഏൽപ്പിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇന്ന് കറി വെക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം പക്ഷേ അങ്ങനെയല്ല. മീൻ വെട്ടി ഇപ്പം നിമിഷ നേരം കൊണ്ട് മീനൊക്കെ വെട്ടാനും മീൻ വെട്ടുന്നതിൻ്റെ ട്രിക്കുകൾ പഠിച്ചു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരുവാണ്. നമ്മുടെ ജീവിതം പഠിപ്പിക്കുക അങ്ങനെ ഓരോരോ കാര്യങ്ങളല്ലാതെ നമ്മൾ ഇന്നതേ ചെയ്യുമോ എന്ന് വിചാരിക്കുക. പണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നു കേട്ടോ. ഞാൻ ഇന്നതേ ചെയ്യൂ, അതല്ലാത്ത ഒരു പരിപാടി ഞാൻ ചെയ്യത്തില്ലെന്നായിരുന്നു പണ്ടത്തെ. ആ കൂട്ടത്തിൽ തന്നെ ഇശാങ്കൂട്ടനുള്ള ഏത്തക്കയും കൂടെ വാട്ടിയെടുക്കുന്നുണ്ട്. അവനിങ്ങനെയൊക്കെ കൊടുത്താലേ കഴിക്കത്തുള്ളൂ. അല്ലാതെ ഒരു ഏത്തക്ക കൊടുത്താലൊന്നും ആ ചെറുക്കൻ കഴിക്കത്തില്ല. അപ്പോൾ എൻ്റെ ട്രിക്ക് പരിപാടി ഇതൊക്കെയാണ്. എല്ലാ അമ്മമാരും ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ വെണ്ടയ്ക്ക നല്ല പോലെ ആ വഴുക്കലില്ലേ അത് മാറിയിട്ട് നല്ല പോലെ മൂത്ത് വന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഇത് ഇത്ര ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളവും പിന്നെ തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഫ്രഷായിട്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കി ഒഴിച്ചാൽ മതി. 1-ാം പാൽ 2-ാം പാലെന്നൊന്നുമില്ല, ഒറ്റ പാൽ ഒഴിച്ചാൽ മതി കേട്ടോ. എനിക്കിപ്പോൾ അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാലിൻ്റെ പൊടി കലക്കിയാണ് യൂസ് ചെയ്തത്. അതും നല്ലതാണ്. അത്യാവശ്യം നമുക്ക് വേണ്ട സമയത്തേക്ക് യൂസ് ചെയ്യാം. ഞാൻ അങ്ങനെ എമർജൻസി ആയിട്ട് 2-3 വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഇങ്ങനെ എമർജൻസി ടൈമിൽ യൂസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ തേങ്ങാപ്പാലാണ് ബെറ്റർ ഓപ്ഷൻ. ഇതൊക്കെ അത്ര നല്ല ഫുഡൊന്നും അല്ലല്ലോ. അപ്പം തേങ്ങാപ്പാൽ ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ലാസ്റ്റ് മല്ലിയിലയും ഫ്രഷ് ക്രീമും തക്കാളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. ഞാൻ പറഞ്ഞല്ലേ, ഞാനിത് ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ അമ്മയും കണ്ടില്ല ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ ഓർത്ത് അമ്മയ്ക്ക് വേറെ കറി കൊടുക്കേണ്ടി വരും, അമ്മ കഴിക്കത്തില്ല, മീൻ കറിയും കൂട്ടി കഴിക്കേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അമ്മയാണ് നല്ല അഭിപ്രായം പറഞ്ഞത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വിഷ്ണുവിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരു വലിയ സംഭവമാണല്ലേ. പണ്ടൊക്കെ എനിക്ക് എന്തെങ്കിലും അറിയാമായിരുന്നു, ഒരു തക്കാളിക്ക് മുറിക്കാൻ പോലും അറിയത്തില്ലായിരുന്നു. ഞാനിപ്പോൾ ഓരോന്നൊക്കെ പരീക്ഷിച്ച് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.